ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് കറൻ്റ്ലി ഞാൻ ഫോളോ ചെയ്യുന്ന നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. ആദ്യമേ തന്നെ ഡെർമാക്കോയുടെ ക്രീമി ഫേസ് ക്ലെൻസർ എടുത്തിട്ട് നന്നായിട്ട് മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. SLS ഫ്രീ, പാരബൻ ഫ്രീ ആണ്. ഡെർമാക്കോയുടെ തന്നെ 5% നിയാസിനമൈഡ് ഫേസ് ടോണർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ചെറിയ കോട്ടണിൽ എടുത്ത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാനും നമ്മൾ ക്ലെൻസ് ചെയ്തെങ്കിലും ബാക്കി ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് പോർ ടൈറ്റനിങ്ങിനും ഈവൻ സ്കിൻ ടോൺ കിട്ടാനും വളരെ നല്ലൊരു ഫേസ് ടോണറാണ്. ഐ റിയലി റെക്കമെൻഡ് ഇറ്റ്. അതൊന്ന് എയർ ഡ്രൈ ചെയ്യാനായിട്ട് അനുവദിച്ചേക്കുക. എയർ ഡ്രൈ ആയി കഴിയുമ്പോൾ തന്നെ ഡെർമാക്കോയുടെ തന്നെ 10% വൈറ്റമിൻ സി സെറമാണ് എടുത്തേക്കുന്നത്. ഫോർ ഓൾ സ്കിൻ ടൈപ്സ് നന്നായിട്ട് സ്യൂട്ട് ചെയ്യും. എനിക്ക് AM ഉം PM ഉം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല റിസൾട്ട്സ് തരുന്നതാണ്. വൈറ്റമിൻ സി സെറമാണ്. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു വൈറ്റമിൻ സി സെറത്തിന് റെക്കമെൻഡേഷൻ ഉണ്ടോയെന്ന്. ഇതൊരു നല്ല വൈറ്റമിൻ സി സെറമാണ്. അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാമല്ലോ, നല്ല വാട്ടറി കൺസിസ്റ്റൻസിയാണ്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു മസാജിങ് ഒക്കെ പോലെ നമുക്ക് നമ്മളുടേതായ ഒരു മീ ടൈമാണ് നമ്മൾ ഈ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയത്ത്, അതായത് ബാക്കി തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിന്ന് നന്നായിട്ട് സ്കിൻ കെയറിന് വേണ്ടിയിട്ടൊരു 10 മിനിറ്റ്സ് കൊടുക്കുന്ന ടൈമാണിത്. സോ സിറം നന്നായിട്ട് നമ്മുടെ ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യാം. അടുത്തത് നമ്മൾ ഡെർമാക്കോയുടെ തന്നെ 5% സിക്ക ഗ്ലോ ഡെയിലി ഫേസ് മോയ്സ്ചറൈസറാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഫോർ ഗ്ലോയിങ് സ്കിൻ എന്നാണ്. വളരെ നല്ല ഒരു എന്താ പറയുന്നത്, ഒട്ടും ഓയിലി ആക്കാതെ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നന്നായിട്ട് സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബ്ഡ് ആയി പോകുന്നതാണ്. അതിൻ്റെ അകത്ത് സിക്ക എക്സ്ട്രാക്റ്റ്, പിന്നെ ആൽഫ ആർബ്യൂട്ടിൻ, ട്രാൻസിമിക് ആസിഡ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നന്നായിട്ട് സ്കിന്നിലും നെക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് അണ്ടർ ഐ ക്രീമാണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊവിൻസ് ബ്യൂട്ടിയുടെ വൈറ്റമിൻ സി ആൻഡ് കൊളാജിൻ ബ്രൈറ്റനിങ് ആൻഡ് ഫേമിങ് ഐ ക്രീമാണ്. അത് ഒരു ടബ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ആവശ്യത്തിന് നമ്മുടെ റിംഗ് ഫിംഗറിലെടുക്കുക. ഒരു ചെറിയൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. ഒത്തിരി ഓയിലി ഒന്നും ആക്കത്തില്ല അണ്ടർ ഐസിനെ. പണ്ട് എപ്പോഴോ കേട്ടിട്ടുണ്ട് റിംഗ് ഫിംഗറിൻ്റെ ഒരു പ്രഷർ മതി, നമ്മൾ അണ്ടർ ഐസിൻ്റെ ഏരിയയിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പം റിംഗ് ഫിംഗറിൻ്റെ പ്രഷർ മതിയെന്ന്. അത് കറക്റ്റാണ് എന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോഴും റിംഗ് ഫിംഗറിലാണ് അണ്ടർ ഐ ക്രീംസ് എപ്പോഴും എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ അങ്ങ് ഞെക്കി അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. അടുത്തത് ലിപ്സാണ്. ലിപ്സിന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയുർ മംഗളയുടെ ലിപ് ബാമാണ്. അത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ദ ബെസ്റ്റ് എന്നാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്. അതിനൊരു ചെറിയ പിങ്ക് ടിൻറ്റ് കാണും, അത്രേ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ ലിപ്സിലേക്ക് അപ്ലൈ ചെയ്തേക്കുക. അപ്ലൈ ചെയ്തിട്ട് ഇത് എപ്പം വേണമെങ്കിലും നിങ്ങൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടോ നിങ്ങളുടെ സ്കിൻ കെയറിലോ മേക്കപ്പിലോ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ലിപ്സ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. ആ ഒരു ഫീൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ എന്തൊക്കെ മാറ്റിയിട്ടും ലിപ് ബാം മാറ്റാത്തത്. പിന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊക്കോ ബട്ടറാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. എൻ്റെ ഓയിലി സ്കിൻ ആണെങ്കിലും എൻ്റെ കൈയും കാലും ഒക്കെ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും, എസ്പെഷ്യലി വിൻ്ററിൽ. ഇങ്ങനെ ഒരു വൈറ്റ് പാച്ചസ് ഒക്കെ പോലെ വരത്തില്ലേ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കൊക്കോ ബട്ടർ നന്നായിട്ട് എടുത്ത് കയ്യിലും കാലിലും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. പാംസ് ഒരിക്കലും മറക്കരുത്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൈയും കൂടെ നന്നായിട്ട് പാംസും കൂടെ ഒന്ന് ചെയ്തേക്കാം. സോ അത്രയേ ഉള്ളൂ. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങും.